ഇല്ലാതെ യൂറോപ്പിൽ ഒരു ഈസ്റ്റർ ഇല്ല. ഇതിൻ്റെ ചരിത്രം കേൾക്കൂ, ആസ്വദിക്കൂ. ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗരാണിക റോമാക്കാരുടെ ദേവി ആയിരുന്നു ഔറോറ. പ്രഭാതകിരണങ്ങളുടെയും ശിശിരകാല നിദ്രയിൽ നിന്നുള്ള പ്രകൃതിയുടെ ഉത്ഥാനത്തിന്റെയും പ്രതീകമായ ദേവത. ഔറോറയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ദേവതയുണ്ട് കെൽറ്റ് വർഗക്കാരുടെ പുരാണത്തിൽ, ഒസ്റ്റാറ എന്ന വസന്ത ദേവത. വസന്തം കഠിനമായ ശിശിരത്തെ നിർമാർജനം ചെയ്ത് കമനീയമായ പുഷ്പകാലത്തെ ആഗതമാക്കുന്നു. വസന്തം പുതിയ ജീവനും പുതിയ പ്രതീക്ഷകളും ഉണർത്തുന്നു, വാഗ്ദാനം ചെയ്യുന്നു. നസ്രസിലെ ഈശോയുടെ ജീവിതം നവജീവന്റെയും സൗഹൃദത്തിന്റെയും പുതിയൊരു മനുഷ്യത്വത്തിന്റെയും മാർഗദർശനം ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ ഉത്ഥാനം അഥവാ ഉയർപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആഘോഷം വസന്തത്തിന്റെ ആദ്യവാരങ്ങളിൽ കൊണ്ടാടുന്നതും അതിനെ ഒസ്റ്റാറ എന്ന ദേവിയുടെ പേരിനെ രൂപാന്തരപ്പെടുത്തി ജർമ്മൻ ഭാഷയിൽ ഓസ്റ്റർ എന്നും ഇംഗ്ലീഷ് ഭാഷയിൽ ഈസ്റ്റർ എന്നും വിളിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ മുയലുകൾ മുട്ടകളുമായി രംഗപ്രവേശനം ചെയ്ത് ഈസ്റ്റർ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആഹ്ലാദകരമാക്കി തീർക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? പറയാം. പുനരുൽപാദനക്ഷമത ഏറെയുള്ള മൃഗങ്ങളാണ് മുയലുകൾ. മുയലുകൾ പുതിയ ജീവന്റെയും നിലനിൽപ്പിന്റെയും പ്രതിരൂപമാണ്. അതിനാൽ മുയൽ ഒസ്താര ദേവിയുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗമാണ്. ചന്ദ്രനിൽ കാണപ്പെടുന്ന മുയൽ മൂൺ മുയൽ. കെൽറ്റ് വർഗക്കാരുടെ പ്രാചീന പുരാണ പ്രകാരം ഒസ്താര ദേവി ആദിയിൽ ഒരു മുട്ടയിട്ടു അത്രേ. എന്നിട്ട് ആ മുട്ട സ്വന്തം മുലകളുടെ ഇടയിൽ അടവച്ചു. വിരിഞ്ഞു വന്നത് എന്താണെന്നോ? ഈ ഭൂലോകം മുഴുവനും സർവചരാചരങ്ങളും. മുട്ടയിലെ ഉണ്ണിയാകട്ടെ ഭൂമിക്ക് പ്രകാശം ദാനം ചെയ്യുന്ന സൂര്യൻ ആയി മാറി. ഒസ്റ്റാര വസന്തവുമായി ഭൂമിയിലേക്ക് വരുന്നതിനെ പ്രകീർത്തിച്ചുകൊണ്ട് മുയലുകൾ തോട്ടങ്ങളിലും വീടുകളിലും ഷോപ്പിംഗ് മാളുകളിലും പാർക്കുകളിലും ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട മുട്ടകൾ ഒളിച്ചു വെക്കുന്നു. കുട്ടികൾക്ക് ഒരു രസം, ഈ മുട്ടകൾ കണ്ടുപിടിക്കണം. ഈസ്റ്റർ കാലഘട്ടത്തിൽ മുട്ടക്കച്ചവടം ഊർജ്ജസ്വലമാകുന്നു. മുയലിന്റെ വിവിധ രൂപങ്ങൾക്കും പ്രിയം കൂടുന്നു. ഈസ്റ്റർ യൂറോപ്പിൽ ഒരു പൊതുജന ഉല്ലാസ കാലഘട്ടം തന്നെ. ഈസ്റ്റർ മുയലുകളും ഈസ്റ്റർ മുട്ടകളും കൂടാതെ യൂറോപ്പിൽ ഈസ്റ്റർ ഇല്ല. ക്രിസ്തീയവൽക്കരിക്കപ്പെട്ടു എങ്കിലും ഇവിടെയെല്ലാം പഴയ സംസ്കാരങ്ങൾ ജനഹൃദയങ്ങളിലും പൊതുജീവിതത്തിലും മായാതെ തന്നെ നിലകൊള്ളുന്നു. വീടിന്റെ പരിസരങ്ങളിൽ ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈസ്റ്റർ മുട്ടകൾ അന്വേഷിച്ച് നടക്കുന്നു കുട്ടികൾ. വിയന്നയിലെ സുപ്രസിദ്ധമായ ഷൊൻബ്രുൺ പാലസിന് മുൻപിൽ
അതിമനോഹരമായ ഈസ്റ്റർ മാർക്കറ്റ് പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു.